എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭർത്താവ് ന്യൂസിലാൻഡിലാണ്, എൻ്റെ മോള് ലണ്ടനിലാണ്. എനിക്ക് അന്നേരം ഇങ്ങനെ ഈ ഫ്ലാറ്റിൽ തന്നെ വേണമെങ്കിൽ ഇതെന്റെ സ്വന്തം ഫ്ലാറ്റാണ്. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചേക്കോ, ഞാൻ ആരോടെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇനി മുകേഷ് ചേട്ടനല്ല വേറെ ആരോടെങ്കിലും ഞാൻ സാമ്പത്തിക സഹായം ചോദിച്ചെന്ന് പറയട്ടെ. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? 2022 ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് പറഞ്ഞു. അത് കള്ളമാണ്. എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. കാരണം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ അദ്ദേഹം എവിടെ നിന്നുള്ള തെളിവ് വെക്കും? എനിക്ക് നന്നായിട്ട് ഐ എം റിയലി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്. 2022 എന്റെ ഭർത്താവ് ഇവിടെ ഇല്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് എന്റെ ഭർത്താവിന് മലയാളം അറിയത്തില്ല. ഇനി എന്റെ മോനാണ് കൂടെ ഉള്ളത്, അവനും മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ആരാണ് അദ്ദേഹത്തെ ഈ സോക്കോൾഡ് ഭർത്താവ് എന്ന് പറഞ്ഞ ആളോട് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം. 2022 എൻ്റെ ഒരു കസിൻ ഇവിടെ വന്നിട്ട് ഇവിടെ TV കണ്ടുകൊണ്ടിരുന്ന TV കണ്ടപ്പോൾ ആ മുകേഷ് ചേട്ടൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം പറഞ്ഞു. കുകേഷ് അവൻ്റെ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തു. അപ്പോൾ അവൻ എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു അവനാ, നീ അവൻ്റെ സിനിമ കണ്ടുപോയേക്കിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞാടാ അവൻ വൃത്തികെട്ടവനാ എന്ന് പറഞ്ഞു. വൃത്തികെട്ടവനാ? ഞാൻ പറഞ്ഞു എനിക്ക് അവനിൽ നിന്നും കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കസിൻ ബ്രദറാണ്, അമ്മയുടെ ആങ്ങളുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എടാ എന്നിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ശരി, നമുക്ക് നമ്മളെ പീഡിപ്പിച്ച ഒരു വിഷമം നമുക്ക് ഉള്ളിൽ കിടക്കുവാണ്. ഇവൻ ഈ സമയം ഇവൻ എൻ്റെ ഫോൺ എടുത്തിട്ട് മുകേഷിൻ്റെ നമ്പർ എടുത്തിട്ട് മുകേഷിനെ ഫോൺ വിളിച്ചത് എൻ്റെ നമ്പരിൽ നിന്നാണോ ഇവൻ്റെ നമ്പരിൽ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. ആദ്യം ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു മുകേഷ് ചേട്ടാ, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ മെമ്പർഷിപ്പ് തരാന്ന് പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് ഇവൻ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചു. ഞാനെന്നുള്ള രീതിയിൽ എൻ്റെ ഫോണിൽ നിന്ന് ഇവൻ അയച്ചു. ശരി, എൻ്റെ കസിൻ അയച്ചു, ബിബിനാണ് അവൻ അയച്ചു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഓരോ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ട് അവനിട്ട്. ഞാൻ പറഞ്ഞു എന്ത്? മുകേഷിനെ ഞാൻ വിളിച്ചു. എന്നിട്ട് അപ്പോൾ അവൻ പറയാം, ഞാൻ പറഞ്ഞു എടാ ഡാഷ് മോനെ വന്ന് നിന്റെ കാല് ഞാൻ ഓടിക്കണം, നീ എന്താണ് എൻ്റെ പെങ്ങളെ നീ ചെയ്ത്? അങ്ങനെ ഇവ കുറേ ഇവൻ്റെതായ ലോക്കൽ ഭാഷ ശരിക്കും അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല, നിനക്കിവിടുന്ന് ഫോൺ കിട്ടിയോ? ഞാൻ ചേച്ചിയുടെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു. ഇവനിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ 1 lakh എന്ന്. ഞാൻ കൊല്ലത്തിന് വരുന്നുണ്ടടാ ഡാഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ വരാടാ, ഞാൻ നീ ചെയ്തതൊക്കെ എന്നിട്ട് നീ വലിയ ഇതായിട്ടിരിക്കുന്നതാണ്, നീ വലിയ മാനിനാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചെന്നാണ് പറഞ്ഞത്. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്, അത് കാണിക്കട്ടെ. എന്നാലും മാത്രം ഇന്റിമേറ്റ് ആയിട്ട് ഒരു ഇന്റിമേറ്റ് എനിക്ക് പുള്ളിക്കാരനോട് അന്നും ഇല്ല, എനിക്ക് ഇന്നും ഇല്ല. സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു. ചുംബനത്തിന്റെ ഒരു സ്മൈലി അയച്ചിട്ടില്ല, ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്ത് നോക്കി. ഒന്ന് മനസ്സിലാക്കി അല്ലേ? സഹായിക്കണോ വേണ്ടിയോ? അയാൾക്കൊരു കടമയില്ലേ? അതുപോലെ സഹായിക്കാൻ അയാളോട് ചോദിക്കും. ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അതാണ് ഞാൻ പറഞ്ഞത്, ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം. ഇനി അതല്ല, അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം.